ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവர்கள். ഉസ്താദിന്റെ ജീവിതം ശബ്ദമയമായിരുന്നു. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിനപ്പുറത്തേക്ക് ഉസ്താദിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോഴും റാബിത്തത്തുൽ ഉലമയടക്കമുള്ള ലോക പണ്ഡിത സഭകളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് അവர்கள் ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾക്കും ഉസ്താദിന്റെ ഇടപെടലുകൾക്കും ഉസ്താദിന്റെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി നിശബ്ദത. എപ്പോഴും ഏത് കാറ്റിൽ ഉലഞ്ഞു പോകുമെന്ന് നമ്മൾ കരുതുന്ന സമയത്ത് പോലും, വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും അതിനെ മുന്നിൽ വളരെ നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുന്ന ഒരപൂർവമായ സ്വഭാവം ഞാൻ എൻ്റെ ഒരു ചുരുങ്ങിയ പരിചയകാലത്തിന് ഒരു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവറുകളിൽ കണ്ടിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സ്ഥാനം. അത്രമേൽ പുഞ്ചിരിച്ച യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ വലിയൊരു വിടവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോടൊത്ത് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ്. ഒരു കാര്യം, തിരൂർക്കാടുകാരായ ഇവിടുത്തെ ശബ്ദകോലാഹലങ്ങളും ആൾക്കൂട്ടവും ഒക്കെ അവസാനിച്ചു. ഇപ്പോ മഹാനായ ഉസ്താദുകളുടെ ജീവിതം നേരിട്ട് കണ്ട ഉസ്താദിന്റെ ബാല്യവും കൗമാരവും ചെറുപ്പവും യൗവനവും വാർദ്ധക്യവും നാട്ടുകാരാണ്. പക്ഷെ തിരൂർക്കാടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക ചരിത്രത്തിലെ ചില അപൂർവമായ സംഭവങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ദീനിനു വേണ്ടി ജീവിതം കൊടുത്താണ്. അത് അവസാനിച്ചില്ല. പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണ് മകൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കേരളത്തിലെ ഇസ്ലാമിന്റെ നിലനിൽപ്പിന്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന്, സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ നിലനിൽപ്പിന് ജീവിതം സമർപ്പിച്ച 3-4 ഫൈസിമാർ